അലീന അലീന ക്ലാസ്സോ ക്ലാസ് നിങ്ങക്ക് കാണണോ? ക്ലാസ് റൂം നിങ്ങൾക്ക് കാണണോ? കാണിച്ചു തരാം. നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ. ക്ലാസ് തീർന്നു കഴിയുമ്പോ കാണിക്കാം. ഇനി ഒരു 10 മിനിറ്റത്തെ കൂടി ക്ലാസ് ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിയുമ്പോ കാണിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. എനിക്കും ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് എല്ലാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത കണ്ടീഷൻ ആണ് പ്ലേറ്റ്ലെറ്റ് ഡിസോർഡേഴ്സ് ഇൻക്ലൂഡ് ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ത്രോംബോസൈറ്റോപീനിയ. ഓക്കെ, പ്ലേറ്റ്ലെറ്റ് ഡിസോർഡറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ത്രോംബോസൈറ്റോപീനിയ. ഓക്കെ, എന്താന്ന് നോക്കാം. ത്രോംബോസൈറ്റോപീനിയ ഇസ് എ ലോ നമ്പർ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് ഇൻ ദി ബ്ലഡ് വിച്ച് ഇൻക്രീസ് ദി റിസ്ക് ഓഫ് ബ്ലീഡിങ്. ഓക്കെ, അതായത് ത്രോംബോസൈറ്റോപീനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ്സിന്റെ അളവ് കുറയുന്നത്. ഓക്കെ, ഇതെന്തിലോട്ട് നയിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ്ങിന്റെ റിസ്ക് കൂട്ടും. ബ്ലീഡിങ്ങിനുള്ള റിസ്ക് കൂട്ടും. ഓക്കെ, എന്നിട്ട് പറയാം. ത്രോംബോസൈറ്റോപീനിയ ഇസ് എ ലോ നമ്പർ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് ഇൻ ദി ബ്ലഡ് വിച്ച് ഇൻക്രീസ് ദി റിസ്ക് ഓഫ് ബ്ലീഡിങ്. ത്രോംബോസൈറ്റോപീനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ്സിന്റെ നമ്പേഴ്സ് കുറയുന്നതാണ്. ഇത് ബ്ലീഡിങ്ങിനുള്ള ചാൻസ് കൂട്ടും. Then causes in that first point, blood disorder that affect the bone marrow. Example, aplastic anemia. അതായത് ബ്ലഡ് ഡിസോർഡേഴ്സ് ബോൺ മാരോനെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ബ്ലഡ് ഡിസോർഡേഴ്സ് ഒരു കാരണമാണ്. അതിനൊരു എക്സാമ്പിൾ ആണ് അപ്ലാസ്റ്റിക് അനീമിയ. ഓക്കെ, then second one, cancer such as leukemia or lymphoma which damage the bone marrow. അതുപോലെ തന്നെ ക്യാൻസർ, അതായത് ലുക്കീമിയ അല്ലെങ്കിൽ ലിംഫോമ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഒക്കെ ബോൺ മാരോനെ അഫക്ട് ചെയ്യുന്നതാണ്. ഇതും ഒരു കാരണമാകാം. ഓക്കെ, ക്യാൻസർ സച്ചസ് ലുക്കീമിയ ഓർ ലിംഫോമ. ലുക്കീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ. ഓക്കെ, ബ്ലഡ് ക്യാൻസർ ബോൺ മാരോനെ അഫക്ട് ചെയ്യുന്നതാണ്. അതും എന്താ പറയുക, ഒരു റീസൺ ആയിട്ട് വരാം. ദെൻ നെക്സ്റ്റ് പോയിന്റ്, കീമോതെറാപ്പി ഓർ റേഡിയേഷൻ. ഓക്കെ, അതായത് കീമോതെറാപ്പിയും റേഡിയേഷനും ഒരു റീസൺ ആയിട്ട് വരാം. നെക്സ്റ്റ് വൺ, ബോൺ മാരോ പ്രോബ്ലംസ്. മീൻസ് മജ്ജയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതും ഒരു കാരണമാകാം. എന്നിട്ട് പറയാം കോസസ് ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, ബ്ലഡ് ഡിസോർഡർ ദാറ്റ് അഫക്ട് ദി ബോൺ മാരോ. എക്സാമ്പിൾ അപ്ലാസ്റ്റിക് അനീമിയ. ദെൻ സെക്കൻഡ് വൺ, ക്യാൻസർ സച്ചസ് ലുക്കീമിയ ഓർ ലിംഫോമ വിച്ച് ഡാമേജ് ദി ബോൺ മാരോ. ഓക്കെ, അതായത് ക്യാൻസറും ഒരു കാരണമാകാം. അതായത് ബോൺ മാരോനെ അഫക്ട് ചെയ്യുന്ന പ്രധാനമായിട്ടും ലുക്കീമിയ അല്ലെങ്കിൽ ലിംഫോമ. ഓക്കെ, then next one, chemotherapy or radiation. Last one, bone marrow problems. Is it clear? First point, blood disorder that affects the bone marrow. Example, aplastic anemia. Means bone marrow ne affect ചെയ്യുന്ന രീതിയിലുള്ള blood disorders. അതും ഒരു റീസൺ ആകാം. അതിനൊരു എക്സാമ്പിൾ ആണ് aplastic anemia. Is it clear? Okay. Next, symptoms.
അടുത്ത ഹെഡിങ് സിംറ്റംസ്. നോസ് ബ്ലീഡ്, നോസ് ബ്ലീഡ്സ് മീൻസ് മൂക്കിൽ നിന്ന് ചോര വരും. ഓക്കെ. സെക്കൻഡ് വൺ ബ്ലീഡിങ് ഗംസ്, ബ്ലീഡിങ് ഗംസ് മോണയിൽ നിന്ന് ബ്ലഡ് വരുന്നത്. നെക്സ്റ്റ് വൺ ബ്ലഡ് ഇൻ യൂറിൻ, യൂറിനിൽ ബ്ലഡിന്റെ പ്രസൻസ് ഉണ്ടാകും. ദെൻ ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ്, മെൻസ്ട്രൽ ബ്ലീഡിങ് കൂടും. ദെൻ നെക്സ്റ്റ് വൺ ബ്ലഡ് ഇൻ സ്റ്റൂള്, സ്റ്റൂളിൽ ബ്ലഡിന്റെ പ്രസൻസ് ഉണ്ടാകും. നെക്സ്റ്റ് വൺ റാഷ്, റാഷസ് ഉണ്ടാകും. എന്നാൽ പറയാം സിംറ്റംസ്: നോസ് ബ്ലീഡ്സ്, ബ്ലീഡിങ് ഗംസ്, ബ്ലഡ് ഇൻ യൂറിൻ, heavy menstrual bleeding, blood in stool and rashes. Is it clear? Clear ആയോ? Okay. Then ഇനി പറയുന്നത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അടുത്ത കണ്ടീഷൻസ് ആണ്. ഈ ത്രോംബോസൈറ്റോപീനിയ ആണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അടുത്ത ജസ്റ്റ് കണ്ടീഷൻസും കൂടി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻ ദാറ്റ് രണ്ടാമത്തെ കണ്ടീഷൻ ഇസെൻഷ്യൽ ത്രോംബോസൈറ്റീമിയ, ഇസെൻഷ്യൽ ത്രോംബോസൈറ്റീമിയ. എന്താണെന്ന് നോക്കാം. ജസ്റ്റ് ഒരു പാരഗ്രാഫ് ആണ് പറയാൻ പോകുന്നത്. ഇൻ ദിസ് കണ്ടീഷൻ the bone marrow makes too many platelets. People with this condition may have platelets count of more than 1 million. Symptoms can include blood clots that form and block blood supply to the brain or the heart. Then the exact cause is not known. Okay. അതായത് ഇസെൻഷ്യൽ ത്രോംബോസൈറ്റീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോൺ മാരോ എന്താണ് കൂടുതലായിട്ട് പ്ലേറ്റ്ലെറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ബോൺ മാരോ കൂടുതലായിട്ട് പ്ലേറ്റ്ലെറ്റ്സിനെ ഉണ്ടാക്കുന്ന ആ ഒരു കണ്ടീഷനാണിത്. ദെൻ ഇൻ പീപ്പിൾ വിത്ത് ദിസ് കണ്ടീഷൻ മേ ഹാവ് പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് ഓഫ് മോർ ദാൻ 1 million. ഓക്കെ, അതായത് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്ന വ്യക്തികളിൽ 1 millionൽ കൂടുതൽ പ്ലേറ്റ്ലെറ്റ്സ് കാണപ്പെടും. ദെൻ സിംറ്റംസ് ക്യാൻ ഇൻക്ലൂഡ് ബ്ലഡ് ക്ലോട്ട്സ് ദാറ്റ് ഫോം ആൻഡ് ബ്ലോക്ക് ബ്ലഡ് സപ്ലൈ ടു ദി ബ്രെയിൻ ഓർ ഹാർട്ട്. അതായത് ഇതിന്റെ ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബ്രെയിനിലോട്ടും അതുപോലെ തന്നെ ഹാർട്ടിലോട്ടൊക്കെയുള്ള ബ്ലഡ് സപ്ലൈയിൽ ബ്ലോക്കേജ് വരും. അതായത് ക്ലോട്ട് ഫോം ചെയ്തിട്ടാണ്. ഓക്കെ, അതായത് ബ്ലഡ് ക്ലോട്ട് രൂപം കൊള്ളും. എന്നിട്ട് എന്താണ് ദാറ്റ് ഫോം ആൻഡ് ബ്ലോക്ക് ബ്ലഡ് സപ്ലൈ ടു ദി ബ്രെയിൻ ഓർ ദി ഹാർട്ട്. എക്സാക്ട് കോസ് ഈസ് നോട്ട് നോൺ. അതായത് ബ്ലഡ് ക്ലോട്ട് രൂപം കൊള്ളും, അതായത് ഹാർട്ടിലോട്ടും അതുപോലെ തന്നെ ബ്രെയിനിലോട്ടൊക്കെയുള്ള ബ്ലഡ് വെസൽസ് ആണ് ബ്ലോക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടേക്കുള്ള ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ആകും. ദെൻ എക്സാക്ട് കോസ് നോട്ട് നോൺ. യഥാർത്ഥ കാരണം വ്യക്തമല്ല. ഇത്രയാണ് ഇസെൻഷ്യൽ ത്രോംബോസൈറ്റീമിയ. എന്നുകൂടി പറയാം. ഇൻ ദിസ് കണ്ടീഷൻ ദ ബോൺ മാരോ മേക്സ് ടു മെനി പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ, ഈ ഒരു കണ്ടീഷനിൽ ബോൺ മാരോ കൂടുതൽ അളവിലുള്ള പ്ലേറ്റ്ലെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, then people with this condition may have platelets counts of more than 1 million. അതായത് ഈ ഒരു കണ്ടീഷനുള്ള വ്യക്തികളിൽ 1 millionൽ കൂടുതൽ പ്ലേറ്റ്ലെറ്റ്സ് കാണപ്പെടും. ഓക്കെ, സിംറ്റംസ് ക്യാൻ ഇൻക്ലൂഡ് ബ്ലഡ് ക്ലോട്ട്സ് ദാറ്റ് ഫോം ആൻഡ് ബ്ലോക്ക് ബ്ലഡ് സപ്ലൈ ടു ദി ബ്രെയിൻ ഓർ ദി ഹാർട്ട്. ദെൻ എക്സാക്ട് കോസ് ഈസ് നോട്ട് നോൺ. അതായത് ഇതിന്റെ ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർട്ടിലോട്ടും അതുപോലെ ബ്ലഡ് ക്ലോട്ട് രൂപം കൊള്ളും. അതായത് ഹാർട്ടിലോട്ടും ബ്രെയിനിലോട്ടൊക്കെയുള്ള ബ്ലഡ് വെസൽസിലാണ് അത് ഫോം ചെയ്യുന്നത്. അങ്ങനെ ബ്ലഡ് സപ്ലൈ സ്റ്റോപ്പ് ആകും അല്ലെങ്കിൽ ബ്ലോക്ക് ആകും. ദെൻ എക്സാക്ട് കോസ് നോട്ട് നോൺ. യഥാർത്ഥത്തിലുള്ള ഒരു കാരണം വ്യക്തമല്ല, റീസൺ വ്യക്തമല്ല. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ സെക്കൻഡറി ത്രോംബോസൈറ്റോസിസ്. സെക്കൻഡറി ത്രോംബോസൈറ്റോസിസ്. എന്താണെന്ന് നോക്കാം. This is another condition caused by too many platelets. It is more common. Then it is not caused by a bone marrow problem. Instead, another condition stimulates the bone marrow to make more platelets. Then causes include infection, sometimes of cancer, then and reactions to medicines, and the symptoms are usually not serious. The platelet count goes back to normal when the other conditions get better. Okay, അതായത് സെക്കൻഡറി ത്രോംബോസൈറ്റോസിസ് പറയുന്നത് ഇതും എന്താണ്, പ്ലേറ്റ്ലെറ്റ്സിന്റെ എണ്ണം കൂടുന്ന, ഓക്കെ, പ്ലേറ്റ്ലെറ്റിന്റെ നമ്പേഴ്സ് കൂടുന്ന ഒരു കണ്ടീഷനാണ്. Then it is more common. ഇത് കോമൺ ആയിട്ട് ഉള്ളതാണ്. Then it is not caused by a bone marrow problem. ഇതിന്റെ കാരണം ബോൺ മാരോ പ്രോബ്ലം അല്ല, മീൻസ് മജ്ജയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നമല്ല ഇതിന്റെ റീസൺ.
then but എന്താണ് another condition stimulates the bone marrow to make more platelets. പക്ഷെ എന്താണ് മറ്റ് കണ്ടീഷൻസ് അല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ എന്തിന് കാരണമാകും? ഈ ബോൺമാരോനെ അഫക്ട് ചെയ്യും, എന്നിട്ട് പ്ലേറ്റ്ലെറ്റ്സിന്റെ എണ്ണം കൂട്ടാൻ കാരണമായിട്ട് മാറും. ഓക്കെ, then causes include infection, then types of cancer and reaction to medicines. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ഒരു കാരണമാകാം, അതുപോലെ തന്നെ ചില ടൈപ്പ് ഓഫ് ക്യാൻസർ, അതുപോലെ തന്നെ ചില മെഡിസിൻസിന്റെ റിയാക്ഷൻസ്, ഇതെല്ലാം ഒരു കാരണമായിട്ട് വരാം. then symptoms are usually not serious. ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് സീരിയസ് ഉള്ളതല്ല. the platelets count goes back to normal when the other conditions are gets better. means പ്ലേറ്റ്ലെറ്റ് നോർമൽ ആകണം, പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് നോർമൽ ആകുന്നത് മറ്റു കണ്ടീഷൻസ് എപ്പോൾ ബെറ്റർ ആകുന്നു അപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും നോർമൽ സ്റ്റേജിലോട്ട് ബാക്ക് ആകും, അല്ലെങ്കിൽ നോർമൽ സ്റ്റേജിലോട്ട് എത്തും. ഒന്നുകൂടി പറയാം, സെക്കൻഡറി ത്രോംബോസൈറ്റോസിസ്, ദിസ് ഈസ് അനദർ കണ്ടീഷൻ caused by too many platelets. it is more common, it is not caused by a bone marrow problem. അതായത് ഇതും പ്ലേറ്റ്ലെറ്റ്സിന്റെ എണ്ണം കൂടുന്ന ഒരു കണ്ടീഷനാണ്, കോമൺ ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇതിന്റെ കാരണം ബോൺമാരോയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നമല്ല, എക്സാക്ട് ബോൺമാരോയുടെ പ്രശ്നമല്ല, പക്ഷെ എന്താണ് മറ്റ് കണ്ടീഷൻസ് ബോൺമാരോനെ അഫക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് പ്ലേറ്റ്ലെറ്റ്സ് കൂടുന്നത്. then എന്തൊക്കെ കാരണങ്ങളാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇൻഫെക്ഷൻസ് ഒരു കാരണമാകാം, അതുപോലെ തന്നെ ചില ടൈപ്പ് ഓഫ് ക്യാൻസർ ഒരു കാരണമാകാം, അതുപോലെ തന്നെ മെഡിസിൻസിന്റെ റിയാക്ഷൻസ് ഒക്കെ ആയിരിക്കാം. then ഇവിടെ സിംറ്റംസ് ഒന്നും വളരെ സീരിയസ് ആയിട്ടുള്ള സിംറ്റംസ് അല്ല. കാരണം then the platelet count goes back to normal when other conditions are get better. അതായത് മറ്റ് കണ്ടീഷൻസ് ആണ് ഇതിന് കാരണം എന്ന് പറഞ്ഞു, ഈ പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കൂടാൻ കാരണം എന്ന് പറഞ്ഞു. ഈ മറ്റ് കണ്ടീഷൻസ് ഒക്കെ എപ്പോൾ ബെറ്റർ ആകുന്നു അല്ലെങ്കിൽ എപ്പോൾ എന്താ പറയാ ക്യൂർ ആകുന്നു അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും നോർമൽ സ്റ്റേജിലോട്ട് എത്തും, അല്ലെങ്കിൽ നോർമൽ കൗണ്ടിലോട്ട് എത്തും. ഇത്രയാണ് സെക്കൻഡറി ത്രോംബോസൈറ്റോസിസ്. ക്ലിയർ ആയോ? ഓക്കെ, ലാസ്റ്റ് വൺ, ഫോർത്ത് കണ്ടീഷൻ, പ്ലേറ്റ്ലെറ്റ് ഡിസ്ഫങ്ഷൻ എന്ന് കൊടുക്കുക. പ്ലേറ്റ്ലെറ്റ് ഡിസ്ഫങ്ഷൻ. Okay, that many rare diseases are linked to poor platelet function. This means the number of platelets is normal, but the platelets don't work as they should. Medicine such as aspirin can cause this. Okay, അതായത് റയർ ആയിട്ടുള്ള അപൂർവമായിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഈ പുവർ പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, മെനി റയർ ഡിസീസസ് ആർ ലിങ്ക്ഡ് ടു പുവർ പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ. ഈ പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ, പ്ലേറ്റ്ലെറ്റിന്റെ ധർമ്മം കുറയാനുള്ള കാരണം റയർ ആയിട്ടുള്ള ചില കണ്ടീഷൻസ് ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപൂർവമായിട്ടുള്ള ചില കണ്ടീഷൻസ്, ചില ഡിസീസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പ്ലേറ്റ്ലെറ്റ്സിന്റെ ഫംഗ്ഷൻ കുറയുന്നത്. ഓക്കെ, ദിസ് മീൻസ് ദ നമ്പർ ഓഫ് പ്ലേറ്റ്ലെറ്റ് ഈസ് നോർമൽ. ഓക്കെ, പക്ഷെ ഈ കണ്ടീഷൻ പ്ലേറ്റ്ലെറ്റ് ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണത്തിൽ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, എണ്ണം നോർമൽ ആയിരിക്കും, പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് നോർമൽ ആയിരിക്കും, പക്ഷെ അതിന്റെ ഫംഗ്ഷനിങ് ആണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, ബട്ട് ദ പ്ലേറ്റ്ലെറ്റ്സ് ഡോണ്ട് വർക്ക് ആസ് ദേ ഷുഡ്. കറക്റ്റ് ആയിട്ട് അത് അതിന്റെ ഫംഗ്ഷൻസ് ചെയ്യത്തില്ല. ഓക്കെ, ഫംഗ്ഷൻസിനാണ് ചെറിയൊരു വ്യതിയാനം വരിക, പക്ഷെ നമ്പേഴ്സ് വാല്യൂ എന്താണ് നോർമൽ ആയിരിക്കും. മെഡിസിൻ സച്ച് ആസ് ആസ്പിരിൻ ക്യാൻ കോസ് ദിസ്. അതായത് ആസ്പിരിൻ എന്ന് പറഞ്ഞ ഡ്രഗിന്റെ ഉപയോഗമൊക്കെ ഇതിന് ഈ പ്ലേറ്റ്ലെറ്റ് ഡിസ്ഫങ്ഷന് കാരണമായിട്ട് വരാം. ഇത്രയാണ് പ്ലേറ്റ്ലെറ്റ് ഡിസ്ഫങ്ഷൻ. ഇതിൽ ത്രോംബോസൈറ്റോപീനിയ ആണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ പറയാം പ്ലേറ്റ്ലെറ്റ് ഡിസ്ഫങ്ഷൻ, many rare diseases are linked to poor platelet function. This means the number of platelets is normal, but the platelets don't work as they should. Then medicine such as aspirin can cause this. അതായത് അപൂർവമായിട്ടുള്ള ചില കണ്ടീഷൻസ് ആണ് ഈ പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷനുമായിട്ട്, പുവർ പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, മീൻസ് പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് നടക്കാത്തതിന്റെ കാരണം ചില കണ്ടീഷൻസ് ആണ്. ഓക്കെ, ദിസ് മീൻസ് ദ നമ്പർ ഓഫ് പ്ലേറ്റ്ലെറ്റ് ഈസ് നോർമൽ. പക്ഷെ എന്താണ് ഇവിടെയുള്ള നമ്പേഴ്സ്, പ്ലേറ്റ്ലെറ്റിന്റെ വാല്യൂ നോർമൽ ആയിരിക്കും, അതിന്റെ യഥാർത്ഥത്തിലുള്ള ഫംഗ്ഷനിൽ മാത്രമാണ് വ്യത്യാസം, ധർമ്മത്തിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, അതായത് ആസ്പിരിന്റെ ഉപയോഗമൊക്കെ ഇതിനൊരു കാരണമായിട്ട് വരാം, പ്ലേറ്റ്ലെറ്റ് ഡിസ്ഫങ്ഷന് കാരണമായിട്ട് വരാം. Is it clear? Clear ആയോ? ഹുസ്ന, ക്ലിയർ ആയോ? ഓക്കെ, എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അലീന,
എന്താ ത്രോംബോസൈറ്റോപീനിയ? Okay, good. റിസാന. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ പറയും. ഇസെൻഷ്യൽ ത്രോംബോസൈറ്റീമിയ. ഓക്കെ, ഗുഡ്. ഹുസ്ന. എനിക്ക് സെക്കൻഡറി ത്രോംബോസൈറ്റോസിസ് പറ. ഷിഹാന. ഓക്കെ, പ്ലേറ്റ്ലെറ്റ് ഡിസ്ഫങ്ഷൻ പറ. കിട്ടിയില്ല. ഓക്കെ. നിഷാന. പ്ലേറ്റ്ലെറ്റ് ഡിസ്ഫങ്ഷൻ പറ. വരാം. ഓക്കെ. ഓക്കെ, ഇത്രയാണ് നിങ്ങളുടെ ബയോ കെമിസ്ട്രി ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി. ഇറ്റ്സ് ഓവർ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? ഇന്നടുത്ത സെക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പം നമ്മുടെ സെമിനാറും അസൈൻമെന്റും ഒക്കെ, നിങ്ങളുടെ അസൈൻമെന്റ് ഇന്ന് ഈവനിങ് തൊട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഇന്ന് ഈവനിങ് ഞാൻ പേരിടാം. ഒരു ദിവസം 4 പേര്, അതായത് സൺഡേ ഫിനിഷ് ചെയ്യണം. ഓക്കെ, ഇന്നലെ ലീവ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇന്നൊരു 4 പേരിടാം, നാളെ അങ്ങനെ സൺഡേ നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ സെമിനാർ നമുക്ക് മൺഡേ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 2 സബ്ജക്റ്റിന്റെയും, രണ്ടും ഒരുമിച്ച് തന്നെ പോയിക്കോട്ടെ. എക്സാം ഫ്രൈഡേ ഇടാം. ഓക്കെ, അതായത് ബയോ കെമിസ്ട്രീന്റെ എക്സാം ആദ്യം ഏത് എക്സാം ആണ് വേണ്ടത്? നിങ്ങൾ പറ. നെക്സ്റ്റ് ഫ്രൈഡേ ഏത് എക്സാം വേണ്ടേ? ബയോ കെമിസ്ട്രി മതി. ഓക്കെ, എങ്കിൽ ബയോ കെമിസ്ട്രീന്റെ ഈ ചാപ്റ്ററിന്റെ എക്സാം നെക്സ്റ്റ് ഫ്രൈഡേ ഇടാം. ഓക്കെ, അത് കഴിഞ്ഞുള്ള ഫ്രൈഡേ ഏതായിരുന്നു എക്സാം പറഞ്ഞിരുന്നത്? ഏത് എക്സാം പറഞ്ഞേ? പ്ലീസ് ഗീവ് റെസ്പോൺസ്. ഫാർമക്കോളജിയിലെ 5ാമത്തെ ചാപ്റ്ററിന്റെ എക്സാം. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ സെമിനാർ ക്ലാസ് എല്ലാം തീർന്നു കഴിയുമ്പോൾ നമുക്ക് മൊത്തമായിട്ട് 2 സബ്ജക്റ്റിന്റെ എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യാം. അത് പിന്നീട് അറിയിക്കാം. എങ്കിലും നിങ്ങൾ പഠിക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഫ്രൈഡേ ബയോ കെമിസ്ട്രി എക്സാം. ഓക്കെ, ആ ഫ്രൈഡേ തന്നെ എന്താ പറയാ, നമുക്ക് ഫാർമക്കോളജി നടത്തിയാലോ? ഓക്കെ ആണോ എല്ലാവരും? ഈ ചാപ്റ്റർ കുറച്ചല്ലേ ഉള്ളൂ, അത് കുറെ പഠിക്കാനുണ്ട്. ഓക്കെ, എങ്കിൽ ബയോ കെമിസ്ട്രി നടത്താം. ഓക്കെ, നോട്ട് ചെക്കിങ് നടത്താം. ഓക്കെ, മീൻസ് സെമിനാർ ഈക്വൽ ആയിട്ട് പോകാൻ വേണ്ടിയാണ്. ക്ലിയർ ആയോ? അപ്പൊ നോട്ട് അടുത്ത ഫ്രൈഡേ ആകുമ്പോഴത്തേക്ക് എല്ലാവരുടെയും നോട്ട്, ഫുൾ നോട്ട് കവർ ആയിരിക്കണം. ക്ലിയർ ആയോ? അതായത് ഓക്കെ, നെക്സ്റ്റ് ഫ്രൈഡേ ബയോ കെമിസ്ട്രീന്റെ
എക്സാമും